രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ കയറാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചും കുളിച്ചും വിളക്ക് എത്തിച്ചിട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇരുന്നു പോയിട്ടോ. അപ്പം ഞാൻ ഇന്ന് കഞ്ഞിയും ലിവർ ഫ്രൈ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കഞ്ഞിക്ക് വെക്കാം കേട്ടോ. അതേ കണ്ടോ നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ടൈം ആകുമ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകണത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതേ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഞ്ഞിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് റൈസ് കുക്കറിലായിട്ട് ഇറക്കി വയ്ക്കും. രാവിലത്തെ ചോറൊക്കെ തിന്ന് പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ലിവർ ഇതേ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇടാൻ വിചാരിച്ചിട്ടോ. എന്നിട്ട് നമുക്ക് ഈ ലിവർ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വയ്ക്കൂട്ടോ. ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ ക്രഷ് ചെയ്യാൻ പഠിച്ചുട്ടോ ഗൈസ്. ഓ മൈ ഗോഡ്. പിന്നെ സവാള കുനുകുനാന്നുള്ള സവാളകളാണ് ഇപ്പോൾ കിട്ടിയത്. ഉള്ളിയാണോ സവാളയാണോ തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ലിവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനിട്ടു. ഫ്രൈ ചെയ്ത് വരുന്ന കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേക്കും വിഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാംഗോ ബാർ വഞ്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തിന്നു. നമുക്കിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പണിയെടുക്കണതിൻ്റെ ക്ഷീണം അങ്ങോട്ട് അറിയില്ല. പിന്നെ അതൊക്കെ ചെയ്തു. ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ എത്ര കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഭയങ്കര ചൂട് അടുക്കളയിൽ. ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിന് ചുമ്മാ ദേഷ്യം വരുമെന്ന് എന്നറിയില്ല. ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും എനിക്ക് ദേഷ്യം വരുമെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതേ സവാള അരിഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്. സവാള ഒരുപാട് വാടണ്ട, ഇങ്ങനെ ക്രഞ്ചിയായിട്ട് കടിക്കാൻ കിട്ടണിടയ്ക്ക്. അതാണ് എൻ്റെ ഒരു ഫീലും. ഓക്കെ, അപ്പോൾ ഞാൻ അതും സെറ്റാക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വാടാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതും ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ ഒരു പൈനാപ്പിൾ മുറിച്ചിരുന്നു. അതുകൊണ്ട് ഇനി അതിൻ്റെ പൊടികൾ ഇടുന്നത് ഇത്ര നേരമായിട്ട് ഒരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടിയും ഗരം മസാലപ്പൊടി, ഈ 3 പൊടിയിലാണ് ഞാൻ പിടിച്ചിരിക്കണത്. ഞാൻ എന്ത് വയ്ക്കാനും ഈ 3 പൊടി ഇട്ടിടാറുള്ളൂ. മല്ലിപ്പൊടി ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ തിന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലിവർ എപ്പോഴും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്, ചോറും സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. TV ഒക്കെ കണ്ടിരുന്ന് അങ്ങോട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസ്. ബൈ, ലവ് യു.